ഞാനേ ഇന്ന് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ടയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത്. കൂടെ ഞാൻ കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ടു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടി. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിന് താഴെയായിട്ട് എടുത്താൽ മതി. അത് ഇട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തു. കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. അത് 1/2 കപ്പ് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി ബീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്യാരറ്റും ഡേറ്റ്സും, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഡേറ്റ്സ് നന്നായി കട്ട് ചെയ്ത് ഉള്ളിലത്തെ സീഡൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗോതമ്പിൻ്റെ ആ മിശ്രിതം ഉണ്ടല്ലോ, കേക്കിൻ്റെ മിക്സ് ഒഴിക്കുകയാണ് ചെയ്യണേ. അപ്പോഴാണ് നല്ല കട്ടിയുണ്ട്. ഗോതമ്പായ കാരണം കുറച്ച് കട്ടി കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാനത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതിന് ശേഷം പിന്നെ ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് പാൽ അതിന് ആ കൺസിസ്റ്റൻസി അനുസരിച്ച്, എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. പാലിന് പകരം വേറെ ഒന്നും യൂസ് ചെയ്യല്ലേ, പാൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. എനിക്ക് കൈ വെച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടം. ഇത് കൂടുതൽ നന്നായി മിക്സാവുക കൈ വെച്ചിട്ടാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത്, ഒരു മോൾഡ് എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് അതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുത്തു. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു. പിന്നെ ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ മിക്സ് ഒഴിക്കുന്നത് കേട്ടോ. സൈഡിലൊക്കെ നന്നായി ആക്കിയതിന് ശേഷം എക്സസ് ഉള്ള പൊടി നമ്മൾ തട്ടിക്കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ മിക്സ് ഒഴിക്കുകയാണ് ചെയ്തത്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാരമൽ ചെയ്തിട്ട് ഒഴിക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ കേക്ക് സാധാരണ ഇതിൽ കാരമലൈസ് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട്. ഞാനത് മറന്നുപോയി. പക്ഷേ എന്നാലും കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നപ്പോൾ മുകളിലൊരു ബ്രൗൺ കളറൊക്കെ വന്നു കേട്ടോ. അത്ര ഡാർക്ക് കളറില്ലെങ്കിലും കുറച്ച് ബ്രൗൺ കളർ വന്നു. പിന്നെ എയർ ബബിൾസ് പോകാനായിട്ട് എങ്ങനെ ചെയ്തത്, കത്തി വെച്ചിട്ട് ചെയ്ത് ഈ പ്രാവശ്യം. എന്തായാലും നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. വീട്ടിൽ ക്യാരറ്റൊക്കെ ഡേറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാൻ എളുപ്പമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ.